അങ്ങനെ നമ്മുടെ ധർമ്മം പടിയിറങ്ങുന്ന സമയത്ത് നമ്മുടെ ബാലനോട് പറയുന്നുണ്ട്, ഞാൻ വാച്ച് ബോക്സിലാക്കിയിട്ട് അതിൻ്റെ ബില്ല് റൂമിൽ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അതെടുത്തിട്ട് വിറ്റിട്ട് പൈസ ആക്കിക്കോളാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കടം പൈസ 25,000 റുപ്യ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പടിയിറങ്ങുന്നുണ്ട്. ആ സമയത്ത് എല്ലാവർക്കും വിഷമമുണ്ട്, എല്ലാവരും തടയുണ്ട്. പക്ഷേ നമ്മുടെ ധർമ്മം കേൾക്കാതെ ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്തായാലും ധർമ്മം നേരെ ചെല്ലും നമ്മുടെ കൃഷ്ണമംഗലത്തേക്കാണ്. അവിടെ പോയിട്ട് നമ്മൾ അനുവിനോട് പറയുന്നുണ്ട്, എനിക്ക് ചത്താൽ മതി എന്നുണ്ട് മോളെ, എനിക്ക് ഇനി ജീവിക്കണ്ട, എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലോക് പറയുന്നുണ്ട്, ഇതെന്തോ ഒരു നാടകമാണ്, ദേവമംഗലക്കാരും ചെറിയച്ഛനും കൂടി ഒരുക്കിയ ഒരു നാടകമാണ്, അവരെന്തോ ഇതിലൊരു കാര്യം സാധിച്ചെടുക്കാനാണ് ഇപ്പോൾ ചെറിയച്ഛൻ്റെ ഈ വരവ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബാലൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, ഇപ്പം ഇവിടുന്ന് ഇറങ്ങിപ്പോയ മനുഷ്യൻ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്, അച്ഛനെ ദൈവതുല്യമായിട്ടാണ് കണ്ടത് എന്നൊക്കെ പറയണ്ട. ആ സമയത്ത് എന്തായാലും അച്ഛൻ പോയി വിളിക്കണം എന്ന് പറയണ്ട. ആ സമയത്ത് നമ്മുടെ ഗോമതി പറയുന്നുണ്ട്, ഇവിടുന്ന് ആരും പോയി വിളിക്കണ്ട, എന്തായാലും ധർമ്മനെ ഇവിടുന്ന് ആരും പോയി വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.